ISLൽ 2 എവേ പോരാട്ടങ്ങൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഹോം മത്സരത്തിനായി വീണ്ടും ഇറങ്ങുകയാണ്. കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിലാണ് ഒഡീഷയ്ക്കെതിരെയുള്ള പോരാട്ടം. ഒരു ഡു ഓർ ഡൈ ബാറ്റിൽ എന്നൊക്കെ നമുക്ക് പറയാം. കാരണം ഇനിയുള്ള മത്സരങ്ങളിലൊക്കെ മാക്സിമം വിജയിക്കാൻ സാധിച്ചാൽ മാത്രമേ ഉള്ളൂ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത തുറന്നു കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങൾ, പ്രത്യേകിച്ച് ഈ മാസത്തെ മത്സരങ്ങളൊക്കെ അതീവ നിർണായകം തന്നെയാണ്. ഒഡീഷ FC എന്ന് പറഞ്ഞ മികച്ച ടീമാണ്. സെർജിയോ ലൊബേറ പരിശീലിപ്പിക്കുന്ന ഒഡീഷ FC നിലവിൽ പോയിന്റ് ടേബിളിൽ 7ാം സ്ഥാനത്ത് നിൽക്കുന്നു. 21 പോയിന്റാണ് അവരുടെ സമ്പാദ്യം. ബ്ലാസ്റ്റേഴ്സിന് 17 പോയിന്റാണ് ഉള്ളത്. ബ്ലാസ്റ്റേഴ്സ് 9ാം സ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു മത്സരത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈപ്പ് KP രാഹുലിനെ ചുറ്റിപ്പറ്റിയാണ്. അതായത് KP രാഹുൽ കഴിഞ്ഞ മത്സര സമയത്ത് വരെ നമ്മുടെ നിരയിലുണ്ടായ നമ്മുടെ പോസ്റ്റർ ബോയ് എന്നൊക്കെ അറിയപ്പെടുന്ന മലയാളി സൂപ്പർ താരമാണ്. അപ്പോൾ രാഹുൽ ഒഡീഷയിലേക്ക് ചേക്കേറിയതിന് ശേഷമുള്ള ആദ്യത്തെ മത്സരം രാഹുൽ തിരികെ കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിലേക്ക് വരുന്ന ഒഡീഷ താരമായി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിഗ്നിഫിക്കൻസ്. പക്ഷേ രാഹുൽ കളിക്കാനുള്ളൊരു സാധ്യത കുറവാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. മനോരമയ്ക്ക് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ബ്ലാസ്റ്റേഴ്സും പിന്നെ ഒഡീഷയും തമ്മിലുള്ള ഒരു ധാരണ, അതായത് ഈ ട്രാൻസ്ഫർ നടന്നപ്പോൾ ആ ഒരു ധാരണയും ആദ്യത്തെ മത്സരം, അതായത് കൊച്ചിയിലെ ആദ്യത്തെ മത്സരത്തിൽ, അതായത് ഈ ഒരു ട്രാൻസ്ഫർ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനിടയിൽ രാഹുലിനെ ഇറക്കേണ്ടതില്ല, ആ രീതിയിലൊരു ധാരണയായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഒഡീഷയ്ക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സിനെതിരെ കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിൽ കളിക്കില്ലെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷേ രാഹുൽ കഴിഞ്ഞ മത്സരത്തിലൊക്കെ മികച്ച പെർഫോമൻസാണ് ഒഡീഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചത്. ആദ്യ മത്സരത്തിൽ അരങ്ങേറ്റ മത്സരം തന്നെ ഗംഭീരമാക്കി. രാഹുലിൻ്റെ ആ ഒരു ബൈസിക്കിൾ കിക്കാണ് പിന്നീട് ഗോളിലേക്ക് കലാശിച്ചത്. അത് ശരിക്കും സെൽഫ് ഗോളായിട്ട് ഗോളിയുടെ പേരിൽ, അവരുടെ ചെന്നൈയിൻ്റെ ഗോൾ കീപ്പറുടെ പേരിലാണ് ആ ഗോൾ ഉള്ളത്. പക്ഷെ അങ്ങനെയാണെങ്കിലും രാഹുലാണ് ആ ഒരു ഗോളിന് വഴിവെച്ച ഷോട്ട് ഉതിർത്തത്. നല്ലൊരു ബൈസിക്കിൾ കിക്കായിരുന്നു. അപ്പോൾ രാഹുൽ ശരിക്കും മനോഹരമായൊരു പെർഫോമൻസ് ആണ് ഒഡീഷയ്ക്ക് വേണ്ടി ഫസ്റ്റ് മത്സരത്തിൽ തന്നെ കാഴ്ചവെച്ചത്. വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതൊരു സിഗ്നിഫിക്കൻ്റ് ആയുള്ള കാര്യമാണ്. പിന്നെ സെർജിയോ ലൊബേറയാണ് നമ്മുടെ കോച്ചാകാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തി. ആ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ വളരെ ശക്തമാണ്. അടുത്ത സീസണിൽ അദ്ദേഹം നമ്മുടെ കോച്ചായി എത്തും എന്നുള്ളത്. അപ്പോൾ സെർജിയോ ലൊബേറ കൊച്ചിയിൽ വരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മത്സരത്തിൽ നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമായി പറയാനുള്ളത്. പിന്നെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായുള്ള ഒരുപാട് വശങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ മത്സരത്തിൽ വിജയിക്കാൻ സാധിച്ചു. 9 പേരുമായി കളിച്ച അവസാനം പൊരുതി നേടിയ വിജയം, അതും എവേ പോരാട്ടത്തിൽ പഞ്ചാബിനെ തോൽപ്പിക്കാൻ സാധിച്ചു. അതിനുശേഷം ഇപ്പം ഈ വരുന്ന മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ 2 അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന്, 2 പ്രമുഖ താരങ്ങൾ, അതായത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ മത്സരങ്ങളൊക്കെ നഷ്ടമായ 2 പ്രമുഖ താരങ്ങൾ, അതായത് ജീസസ് ഹിമെനസും പിന്നെ വിപിൻ മോഹനും, ഇവർ 2 പേരും തിരിച്ചെത്തിയിട്ടുണ്ട്. 2 പേരും പരിക്ക് മാറി പൂർണ്ണമായും കളിക്കാൻ സജ്ജരാണ്. അപ്പോൾ അവർ 2 പേരും സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജീസസ് ഹിമെനസിൻ്റെ ഒരു സാന്നിധ്യവും അതേസമയം തന്നെ വിപിൻ മോഹൻ്റെ സാന്നിധ്യം, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജീസസ് ഹിമെനസ് പ്രധാന ഗോൾ സ്കോററാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ 9 ഗോളുകളാണ് ഈ സീസൺ നേടിയത്. ആ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഗോൾ വരൾച്ചയ്ക്ക് ഒരു പരിധിവരെ ഒരു പ്രശ്നം പരിഹാരം എന്നുള്ള രീതിയിൽ നിന്നിരുന്ന ഒരു പ്ലെയർ ജീസസ് ഹിമെനസ് ആണ്. അപ്പോൾ ഹിമെനസ് എത്തുന്നു. ഹിമെനസിനൊപ്പം നോഹയും ലൂണയും കൂടെ കളിച്ച് മാക്സിമം റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ആരാധകരൊക്കെ പ്രതീക്ഷിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, 2 റെഡ് കാർഡുകൾ കഴിഞ്ഞ മത്സരത്തിൽ നമുക്ക് ലഭിച്ചു. മിലോസും പിന്നെ അതുകൂടാതെ ഐബൻ ഡൊഹ്ലിങ്ങും റെഡ് കാർഡ് ഏറ്റുവാങ്ങി. അതിൽ ഐബൻ ഡൊഹ്ലിങ്ങിൻ്റെ റെഡ് കാർഡ് തീരുമാനം പിൻവലിച്ചിട്ടുണ്ട്. AIFFൻ്റെ ഡിസിപ്ലിനറി കമ്മിറ്റി അത് പിൻവലിച്ചു. അപ്പോൾ അതൊരു പോസിറ്റീവായ കാര്യമാണ്. ബ്ലാസ്റ്റേഴ്സിന് ഐബാൻ്റെ സാന്നിധ്യം ഉണ്ടാകും. റൈറ്റ് ബാക്കായിട്ട് പ്രത്യേകിച്ച് ഐബാൻ്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഐബൻ ഡൊഹ്ലിങ് എന്തായാലും കളിക്കും. പക്ഷേ മിലോസ് ഉണ്ടാവില്ല. മിലോസിന് പകരം കൊയ്ഫ് സ്റ്റാർട്ടിംഗ് ലെവലിൽ സെൻട്രൽ ബാക്കായിട്ട് ഇറങ്ങാനാണ് സാധ്യത കാണുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ടീമിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഒഡീഷയെ സംബന്ധിച്ച് അവർക്ക് 2 പ്രശ്നങ്ങളുണ്ട്. ലൊബേറ നേരിടുന്ന പ്രധാന പ്രശ്നം അവരുടെ പ്രധാന താരമായ മിഡ്ഫീൽഡിലെ ഒരു മെയിൻ പ്ലെയർ എന്നൊക്കെ പറയുന്ന ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ എന്നൊക്കെ പറയുന്ന ഹ്യൂഗോ തോമസ് ഇല്ല. അതേസമയം പൂട്ടിയുമില്ല. ഈ 2 പ്ലേയേഴ്സും ഇല്ലാതെ വേണ്ടി വരും ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒഡീഷയ്ക്ക് ഇറങ്ങേണ്ടി വരിക. പ്രത്യേകിച്ച് ഈ 2 പ്ലേയേഴ്സിൻ്റെയും ഒരു സാന്നിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 പേർക്കും 4 മഞ്ഞക്കാർഡ് ലഭിച്ചതുകൊണ്ടാണ് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത്. പക്ഷേ അഹമ്മദ് ജാഹു, മറ്റൊരു പ്രധാനപ്പെട്ട മിഡ്ഫീൽഡിലെ പ്ലെയറായ അഹമ്മദ് ജാഹു തിരിച്ചെത്തുന്നുണ്ട്. അതൊരു പോസിറ്റീവായ കാര്യമാണ്. ഒഡീഷ നിരയിൽ ഏറ്റവും കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു പ്ലെയർ ഡിയാഗോ മൗറീഷ്യോ ആണ്. ഡിയാഗോ മൗറീഷ്യോ നല്ല എബിലിറ്റിയുള്ള, ഗോൾ സ്കോറിംഗ് എബിലിറ്റിയുള്ള പ്ലെയറാണ്. നല്ല ഫിസിക്കും സ്റ്റേച്ചറൊക്കെ ഉള്ള പ്ലെയറാണ്. ഹാഫ് ചാൻസസ് ഒക്കെ കൺവേർട്ട് ചെയ്ത് ഗോൾ നേടാൻ കപ്പാസിറ്റി ഉള്ള ഒരു താരമാണ്. അതുകൊണ്ട് തന്നെ ഡിയാഗോ മൗറീഷ്യോയെ ചെറുക്കുക എന്നതായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിന് മുന്നിലെ ഒരു പ്രധാന കടമ്പ. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം മിലോസ് ഇല്ല എന്നുള്ളതാണ്. മിലോസിനെ പോലെ അത്യാവശ്യം നല്ലൊരു സ്റ്റേച്ചറുള്ള ഒരു പ്ലെയർ ഇല്ല എന്നുള്ളതൊരു ചെറിയ ന്യൂനത തന്നെയാണ്. പിന്നെ അതുകൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മുന്നേറ്റ നിരയ്ക്ക് തലവേദന സൃഷ്ടിക്കാൻ പറ്റുന്ന 2 സെൻറ്റർ ബാക്കുകളാണ് മുർത്താദ ഫാളും പിന്നെ അതുകൂടാതെ തന്നെ ഡെൽഗാഡോയും. അപ്പോൾ ഇവരെ മറികടക്കുക എന്നുള്ളതും അത്യാവശ്യം നല്ല ശ്രമകരമായ ദൗത്യമായിരിക്കും. പിന്നെ ഈ ഒരു മത്സരത്തിലേക്ക് വരികയാണ് മറ്റൊരു കാര്യം കൂടി പറയണം അവസാനമായിട്ട്. അതായത് ഈ സിറ്റുവേഷൻ, അതായത് ഗ്രൗണ്ടിൻ്റെ സിറ്റുവേഷൻ വളരെ ദയനീയമായ അവസ്ഥയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം ചിത്രങ്ങളൊക്കെ വന്നിരുന്നു. ആ ഒരു നൃത്ത പരിപാടി ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ്. പിച്ച് വളരെ മോശമായ ഒരു സിറ്റുവേഷനിൽ
പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് റിക്കവർ ചെയ്ത് തിരിച്ച് നന്നാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നു എന്നാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതും ഈ ഒരു മത്സരത്തിൽ ഒരു ഘടകമാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു മത്സരത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒഡീഷയ്ക്കെതിരെ ബ്ലാസ്റ്റേഴ്സിന് ഒരു വിജയം നേടാൻ സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.